നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബീഹാറിനെ പോലെയാണ് കേരളത്തിൽ അഴിമതി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിലൂടെ ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നാണ് വ്യക്തമാണ്. ഏത് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞതെന്നും സാമ്പത്തികമായി കേരളത്തിൻ്റെ കഴുത്തു ഞെരിക്കുന്നവർ തന്നെ അതിൻ്റെ പേരിൽ ആക്ഷേപം ചൊരിയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശക്തമായ ഭാരതം പടുത്തുയർത്താൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസിൻ്റെ മുഖം കാണാൻ പോലും ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തോൽവി ഭയന്ന് കോൺഗ്രസ് നേതാക്കൾ രാജ്യസഭ തെരഞ്ഞെടുക്കുകയാണെന്നും സ്വന്തം തെറ്റുകളുടെ ഫലമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നതെന്നും മോദി കുറ്റപ്പെടുത്തി. രാജസ്ഥാനിലെ ജലോറിലെ റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും നിലവിലെ PCC അധ്യക്ഷന്മാരുമടക്കം ഉന്നത കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJPയിൽ ചേക്കേറുന്നുവെന്നും കേരളത്തിൽ LDFും സർക്കാരും ശരിയായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തതെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. BJP ആണോ മുഖ്യമന്ത്രി പിണറായി വിജയനാണോ മുഖ്യ ശത്രുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും യെച്ചൂരി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഭക്ഷ്യവിഷബാധയെന്ന് റിപ്പോർട്ടുകൾ. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള സന്ദർശനം റദ്ദാക്കിയെന്ന് KPCC നേതൃത്വം അറിയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം ചാവക്കാട്, കുന്നത്തൂർ, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് രാഹുൽ ഇന്ന് പ്രചരണം നടത്താനിരുന്നത്. ഇന്നലെ ജാർഖണ്ഡിലെ ഇന്ത്യ സഖ്യ റാലിയിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് രാഹുൽ നിന്നിരുന്നു. റാലി തുടങ്ങാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് റാലിയിൽ ശാരീരികമായി സുഖമില്ലാത്തതിനാൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ലെന്ന വിവരം അറിയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വില കുറഞ്ഞ പണിയൊന്നും എടുക്കേണ്ട കാര്യം തനിക്കില്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ. സൈബർ ആക്രമണത്തിനെതിരെ പറഞ്ഞതൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലെന്നും തെളിവ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുമെന്നും സൈബർ ആക്രമണത്തിൽ ജനത്തിന് പ്രതിഷേധമുണ്ടെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഷാഫി നിയമ നടപടി സ്വീകരിച്ചോട്ടെ എന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നേരിടേണ്ട ആവശ്യമുള്ളൂ എന്നും താൻ നിയമ നടപടി എടുക്കുന്നത് കൊണ്ട് അവരും ചെയ്യുന്നു എന്നേ ഉള്ളൂ എന്നും KK ശൈലജ വ്യക്തമാക്കി. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ കേസെടുത്തു. രാജീവ് ചന്ദ്രശേഖർ DGPക്ക് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ വോട്ടർമാർക്ക് പണം നൽകിയതായും മത നേതാക്കൾക്ക് വോട്ടിന് പകരം പണം വാഗ്ദാനം ചെയ്തതായും തരൂർ ആരോപിച്ചതായും ശശി തരൂർ നടത്തിയ പരാമർശങ്ങൾ അനാവശ്യവും യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ളതല്ലെന്നും കമ്മീഷൻ വിലയിരുത്തി. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ വിഡ്ഢി വേഷം കെട്ടിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് കളയിക്കുന്നതിൽ പ്രധാനി വേണുഗോപാലെന്നും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് AM ആരിഫ്. ദയവ് ചെയ്ത് രാഹുലിനെ വേണുഗോപാൽ മോശക്കാരനാക്കരുതെന്നും രാഹുലും പ്രിയങ്കയും ഒരുമിച്ച് ആലപ്പുഴയിൽ വന്നാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ആരിഫ് പറഞ്ഞു. ലീഗും സമസ്തയും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുവെന്ന് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം. തർക്കം പരിഹരിക്കാൻ ഇരു നേതൃത്വവും ശ്രമിക്കണമെന്നും സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള യോജിപ്പ് ഇല്ലാതായി എന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണിക്ക് പരോക്ഷ പിന്തുണയുമായി യാക്കോബായ സഭ. പ്രതിസന്ധി ഘട്ടത്തിൽ സഭയെ സഹായിച്ചവരെ കരുതുവാനും തിരികെ സഹായിക്കുവാനും ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വാസികളോട് മെത്രോപൊലിത്തൻ ട്രസ്റ്റി ആഹ്വാനം ചെയ്തു. സഭാ തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഓർമ്മിപ്പിച്ചാണ് ആഹ്വാനം. പത്തനംതിട്ടയിൽ മരിച്ച സ്ത്രീയുടെ വോട്ട് മരുമകൾ രേഖപ്പെടുത്തിയെന്ന പരാതിയിന്മേൽ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. 2 പോളിംഗ് ഓഫീസർമാരെയും BLOയെയും ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. BLO അമ്പിളി, പോളിംഗ് ഓഫീസർമാരായ ദീപ, കല S തോമസ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. രേഖപ്പെടുത്തിയ വോട്ട് അസാധുവായി കണക്കാക്കുമെന്ന് കളക്ടർ അറിയിച്ചു. ജീവിച്ചിരിക്കുന്ന 14 പേരെ മരിച്ചെന്ന കാരണം കാണിച്ച് കാസർഗോഡ് വെസ്റ്റ് എളേരിയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ BLOയെ സസ്പെൻഡ് ചെയ്തു. വെസ്റ്റ് എളേരിയിലെ 51 നമ്പർ ബൂത്തിലെ BLO സീന തോമസിനെയാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ സസ്പെൻഡ് ചെയ്തത്. തൃശൂർ പൂരത്തിന് ആനകൾ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അഗിത് അശോക് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു.
പട്ടയുമായി എത്തിയവരോട് കമ്മീഷണർ അഗീത് അശോക് കയർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെ കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ പോലീസ് തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നാൽ ഒരു പട്ടയോ കുടയോ കൊണ്ട് നിരവധി പേർ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് തടഞ്ഞത് എന്നാണ് കമ്മീഷണറുടെ വിശദീകരണം. പൂരം പ്രതിസന്ധിയിൽ അന്വേഷണം വേണമെന്ന് 3 മുന്നണികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പൂരം നടത്തിപ്പിലെ വീഴ്ചയിൽ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകിനെയും അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനെയും മാറ്റും. പോലീസ് ഇടപെടലിൽ പൂരം അലങ്കോലമായതിൽ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് മുഖ്യമന്ത്രി ഇടപെട്ടുള്ള അടിയന്തര നടപടി. പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. കേരള സർവകലാശാലയിലെ പ്രഭാഷണത്തിൻ്റെ പേരിൽ തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമല്ലെന്നും ജോൺ ബ്രിട്ടാസ് MP തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കി. VC വിലക്ക് ലംഘിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ പേരിൽ ബ്രിട്ടാസിനെയും സംഘാടകരായ യൂണിയൻ നേതാക്കളോടും കമ്മീഷൻ വിശദീകരണം തേടിയിരുന്നു. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കേരള അതിർത്തിയിലെ പരിശോധന കർശനമാക്കി തമിഴ്നാട്. ചെക്ക് പോസ്റ്റുകളിൽ കോഴി, താറാവ് എന്നിവയുടെ ഇറച്ചികളോ മുട്ടകളോ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് നിർദ്ദേശം. കേരള അതിർത്തിയിലെ 12 ചെക്ക് പോസ്റ്റുകളിലും 24 മണിക്കൂർ നിരീക്ഷണത്തിനായി വെറ്റിനറി ഡോക്ടർ, ഇൻസ്പെക്ടർ അടക്കം 5 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.